യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഭാനു, കോളേജിലെ ധ്രുവന്റെ എല്ലാ ഫ്രണ്ട്സിനെയും നിനക്കറിയൂ? അവനങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല ചേച്ചി. അന്ന് എന്നോട് ഉടക്കാൻ വന്നില്ലേ, അവന്മാരാ ഏത് സമയം അവനൊപ്പം നടക്കുന്നത്. മറ്റുള്ളവർക്കെല്ലാം അവനെ പേടിയായിരുന്നു. ഭാനു, നിന്നോടല്ലാതെ മറ്റേതെങ്കിലും പെൺകുട്ടികളോട് അവൻ മോശമായി പെരുമാറുന്നതോ കമ്പനി കൂടി നടക്കുന്നതോ മോള് കണ്ടിട്ടുണ്ടോ? ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല ചേച്ചി. ആ ചേച്ചി, അന്ന് നീറ്റ് എക്സാമിൻ്റെ അന്ന് ടെറസിൽ നിന്ന് ചാടിയ ആ രേഷ്മയില്ലേ, അവളോടും ഈ ധ്രുവൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതിൽ രേഷ്മയ്ക്ക് നല്ല വിഷമമുണ്ടെന്നും പറഞ്ഞിരുന്നു. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചതാ. അങ്ങനെയാണെങ്കിൽ രേഷ്മ ആത്മഹത്യ ചെയ്തത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കോ? രേഷ്മയുടെ മരണത്തിന് പിന്നിൽ ധ്രുവനായിരിക്കോ കാരണം? എത്രയും വേഗം സൂര്യ കാണണം. സൂര്യ, എന്തായി? ഭാനുവിനോടൊപ്പം പഠിച്ചിരുന്ന എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് കിട്ടി. എവിടെ നോക്കട്ടെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവരുടെയൊക്കെ പേരൻസിന്റെ പ്രൊഫഷൻ എന്താണെന്ന് നോക്ക് സൂര്യ. ഇതിപ്പോ ഒരുപാട് പേരുണ്ട്, സമയമെടുക്കും. അത് സാരമില്ല, ആരെങ്കിലും സിദ്ധവൈദ്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. കൂടുതലും ഡോക്ടേഴ്സ് തന്നെയാ. സൂര്യ, രേഷ്മ എന്ന പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. മൂന്ന് രേഷ്മയുണ്ട്. സൂര്യ, അത് 3 നോക്ക്. എന്താ സൂര്യ? ഭാവന, ഇതിലൊരു രേഷ്മയുടെ അച്ഛൻ സിദ്ധ ഡോക്ടർ, പേര് രവീന്ദ്രൻ. എന്താ ഭാവന? സൂര്യ, അന്ന് നീറ്റ് എക്സാമിന്റെ ദിവസം ആത്മഹത്യ ചെയ്ത രേഷ്മയില്ലേ, അവളുടെ അച്ഛനാ ഈ രവീന്ദ്രൻ ഡോക്ടർ. ആണോ? അതെ അതെ സൂര്യ, ഞാൻ സംശയിച്ചതുപോലെ തന്നെയാ കാര്യങ്ങള്. ധ്രുവന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനു പിന്നിലുണ്ട്. സൂര്യ, നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടർ രവീന്ദ്രനെ കാണണം. ചിലപ്പോ പല സത്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിയും.
വീട് ഇത് തന്നെയാണ്. ഹലോ, ഇവിടെ ആരും ഇല്ലേ? സൂര്യ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാലോ? പൂട്ടിയിരിക്കുകയാണല്ലോ. ചേട്ടാ, ഇത് ഡോക്ടർ രവീന്ദ്രൻ സാറിന്റെ വീടല്ലേ? അതെ. ഇവിടെ ആരും ഇല്ലേ? ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു. സാർ അവിടെ ഇല്ല. മകള് മരിച്ച ശേഷം അധികം ഇവിടെ വരാറില്ല. നിങ്ങൾ എവിടുന്നാ? കുറച്ച് ദൂരേന്നാ. ഞങ്ങൾക്ക് ഡോക്ടറെ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഡോക്ടർ ഇപ്പോ എവിടെ കാണുമെന്നറിയോ? അയ്യോ, അറിയില്ല. ഡോക്ടർ അങ്ങനെയൊന്നും പറയാറില്ല. പൊതുവെ ആരോടും അധികം സംസാരിക്കാറുമില്ല. ഡോക്ടറുടെ ഫോൺ നമ്പർ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇല്ല സാർ, എന്റെ കയ്യിലില്ല. ഓക്കെ. എന്താ ശിവ? സാറിനെ തിരക്കി രണ്ടുപേര് വന്നിരുന്നു. ആരാന്ന് പറഞ്ഞോ? ഇല്ല സാർ, ഒരു ചെറുപ്പക്കാരനും യുവതിയോ. ശിവനെന്തു പറഞ്ഞു? സാറ് പറഞ്ഞിട്ട് പോയതുപോലെ തന്നെ പറഞ്ഞു. അവര് സാറിന്റെ ഫോൺ നമ്പർ ചോദിച്ചു. ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അവര് പോയോ? അറിയില്ല. എന്തായാലും സാറിപ്പോ പുറത്തോട്ട് വരണ്ട. ശരി ശിവ, താങ്ക്സ്. ഡോക്ടർ വീട്ടിലുണ്ടായിരുന്നിട്ടും താൻ എന്തിനാ കള്ളം പറഞ്ഞത്? അത് പിന്നെ പറയണോ, താൻ എന്തിനാ കള്ളം പറഞ്ഞത്? എന്നോട് ക്ഷമിക്കണം. ആര് ചോദിച്ചാലും അങ്ങനെ പറയാവൂന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു. എന്തിനാ? മകള് മരിച്ച ശേഷം ആരോട് സംസാരിക്കാൻ ഡോക്ടർക്ക് താല്പര്യമില്ലെന്നാ എന്നോട് പറഞ്ഞത്. സൂര്യ, ഇയാളെ വിട്ടേക്ക്. ഡോക്ടർ അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. സൂര്യ വാ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേന്നാ? ഇവിടെ ആരും ഇല്ലേ? ഹലോ,